തലസ്ഥാന ജില്ല പിടിക്കുന്നവർ കേരളം ഭരിക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ 3 മുന്നണികൾക്കും തിരുവനന്തപുരത്ത് പ്രതീക്ഷകളേറെയാണ്. കോവളംകൂടി പിടിച്ചെടുത്ത് ചെങ്കോട്ടയാകാൻ LDF, 10-ൽ കൂടുതലെടുത്ത് വിജയം ലക്ഷ്യമിട്ട് UDF, പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തലസ്ഥാനത്ത് തന്നെ തുറക്കുമെന്ന് ഉറപ്പിച്ച BJPയും. ഇവയ്ക്ക് നടുവിൽ വോട്ടേഴ്സും. ജിബിൻ JB തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ജിബിൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. അത് തന്നെയാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ 8-ലധികം സീറ്റ് ആര് നേടുന്നുവോ അവർ തന്നെ സംസ്ഥാനം ഭരിക്കും. അതാണ് 2001 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും അതായത് UDF 10 സീറ്റ് നേടി അധികാരത്തിലെത്താമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പക്ഷേ കോവളം മാത്രമാണ് നിലവിൽ UDF-നൊപ്പം ഉള്ളത്. ഫഹദ് റൂബസിലൂടെ ആ സീറ്റ് കൂടി പിടിച്ചെടുത്ത് 14 സീറ്റ് നേടി അധികാരത്തിലെത്താമെന്നുള്ള ഒരു മോഹത്തിലാണ് LDF ക്യാമ്പ് ഉള്ളത്. മാത്രമല്ല ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാനം ഉറ്റുനോക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങളുള്ളത് അത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ഈ 3 മണ്ഡലങ്ങൾ. അവിടെയാണ് NDA ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നത്. എന്തായാലും പൂട്ടിയ അക്കൗണ്ട് തുറക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ NDA ക്യാമ്പ് ഉള്ളത്. നമ്മോടൊപ്പം ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് രാവിലെ നടക്കാനിറങ്ങിയ കുറച്ച് പേരുണ്ട്. അവർ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ, നിങ്ങൾ തിരുവനന്തപുരം മണ്ഡലമല്ലേ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? കാരണം ഇനി വോട്ട് എണ്ണുന്നതിന് വേണ്ടി, ഫലം അറിയുന്നതിന് വേണ്ടി 24 മണിക്കൂർ തികച്ചില്ല. അപ്പോൾ ഈ അവസാന നിമിഷം നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? അല്ല, പ്രതീക്ഷയിലെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളായിട്ട് 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത്. അപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ഉള്ള മണ്ഡലമാണ്. അങ്ങനെ വരുമ്പം CP ജോണിനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. പിന്നെ കരമന ജയനും സുധീർ കരമനയും നല്ല സ്ഥാനാർത്ഥികളാണ്. CP ജോണിനാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ എത്രയൊക്കെ സീറ്റുകൾ ആരൊക്കെ നേടുമെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു? തിരുവനന്തപുരം ജില്ലയിലെ 7 സീറ്റോളം ഇപ്രാവശ്യം എക്സിറ്റ് പോളിലൊക്കെ കോൺഗ്രസിന് പ്രതീക്ഷിക്കുന്നുണ്ട്, UDF-ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ സീറ്റ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് 7-ലോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എക്സിറ്റ് പോളും ഉള്ളത്, ജനങ്ങളും ഉള്ളത്. എന്തായാലും നല്ലത് വരട്ടെ, നല്ല ഭരണം വരട്ടെ എന്ന് ആശംസിക്കുന്നു. SK അത് തന്നെയാണ്. കാരണം ഈ 2001 മുതൽ തിരുവനന്തപുരം ജില്ലയിൽ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ, തലസ്ഥാനത്ത് 8 സീറ്റിലധികം ആര് നേടിയിട്ടുണ്ടോ ആ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 2001-ൽ UDF വന്നു, 2005-ൽ പിന്നീട് അത് LDF വന്നു. ഈ കഴിഞ്ഞ 2016-ലും 2021-ലും നമ്മൾ കണ്ടതാണ്. കാരണം 8 സീറ്റ്, അത് പിന്നീട് കഴിഞ്ഞ തവണ 13 സീറ്റ് LDF വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ UDF-നെ ആ സമയത്ത് പോലും കൈവിടാത്ത ഒരു മണ്ഡലമാണ് കോവളം എന്ന് പറയുന്നത്. M. വിൻസെന്റ് ആണ് നിലവിലെ MLA. ആ സീറ്റ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തവണ LDF ഇറങ്ങിയത്. പ്രത്യേകിച്ച് ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് LDF സ്വതന്ത്രനായി ഫഹദ് റൂബസ് തന്നെ അവിടെ മത്സര രംഗത്തേക്ക് ഇറക്കിയിരുന്നു. അങ്ങനെ ആ ഒരു സീറ്റ് കൂടി പിടിച്ചെടുത്തുകൊണ്ട് 14 സീറ്റിലും നേടി LDF അധികാരത്തിൽ വരാമെന്നാണ് LDF-ന്റെ ആഗ്രഹം. പക്ഷേ മറിച്ച് UDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസം പകരുന്നത് 8 സീറ്റെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അവർ നേടുമെന്നാണ്. അതിൽ അട്ടിമറി വിജയം കൂടി UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാട്ടാക്കട മണ്ഡലത്തിലും വാമനപുരം മണ്ഡലത്തിലും ഉൾപ്പെടെ അട്ടിമറി വിജയം നേടുമെന്ന് കൂടി UDF ക്യാമ്പ് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് NDA-യുടെ കാര്യമാണ്. അതിൽ ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ട മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു മത്സരം നടന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പോരാട്ടം നടന്ന നിയമമണ്ഡലത്തിലാണ്. BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമാണ്. അത് പിന്നീട് മന്ത്രി വി ശിവൻകുട്ടി തന്നെ അക്കൗണ്ട് പൂട്ടുകയും ചെയ്തു. പക്ഷേ വീണ്ടും ഇത്തവണ BJP സംസ്ഥാന അധ്യക്ഷനെ തന്നെ, മുൻ ഒരു കേന്ദ്രമന്ത്രിയെ തന്നെയാണ് BJP അവിടെ സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ വലിയ വാശിയേറിയ ഒരു ത്രികോണ പോരാട്ടം നടന്നു. ഏറ്റവും അധികം വിവാദങ്ങൾ നടന്ന, പ്രത്യേകിച്ച് വോട്ടിന് പണം ഇറക്കിക്കൊണ്ട് വോട്ട് നേടുന്നു എന്നുള്ള ആരോപണങ്ങൾ പോലും ആ മണ്ഡലത്തിൽ നിന്നുണ്ടായി. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടി ഏറ്റവും അവസാന നിമിഷം, ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം വിജയപ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പക്ഷേ BJP ക്യാമ്പ് ആശ്വാസം പറയുന്നത്, പ്രത്യേകിച്ച് ഈ പാർലമെന്റ് തിരഞ്ഞെടുത്ത സമയത്ത് രാജീവ് ചന്ദ്രശേഖർ നിയമമണ്ഡലത്തിൽ നേടിയ വോട്ട്, ആ ഒരു ലീഡ് തന്നെയാണ് ഇപ്പോഴും BJPക്ക് ആത്മവിശ്വാസം പകരുന്നത്. അതുമാത്രമല്ല, ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലുണ്ടായ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ പിടിച്ചെടുത്തപ്പോൾ അതിൽ ഏറ്റവും അധികം സീറ്റുകൾ അവർക്ക് നേടാനായത് നിയമമണ്ഡലത്തിൽ കൂടിയാണ്. അങ്ങനെ നിയമത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്നുള്ളൊരു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നമ്മുടെ ഒരു KK ദേവ ഒരു സംശയം പറയാണ്. കേരളത്തിൽ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളല്ലേ ഉള്ളൂ, പലതവണ 140 വോട്ടെണ്ണൽ കേന്ദ്രം എന്ന് പറയുന്നു. KK ദേവ നമ്മൾ പറഞ്ഞ് ശരിയാണ് ദേവ. 43 ഇടങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ കൗണ്ടിങ് നടക്കുന്നത് 143 ഇടങ്ങളെ ഉള്ളെങ്കിലും 140 സ്ഥലത്ത് ശരിക്കും വോട്ടെണ്ണൽ നടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.